നിന്റെ സഹോദരൻ ഒരു തെറ്റ് ചെയ്താൽ നീയും അവനും മാത്രമുള്ളപ്പോൾ ചെന്ന് അവനെ തിരുത്തുക എന്ന് പറയുന്നു. 3 കാര്യങ്ങളാണ് അത് പറയാൻ കാരണം. ഒന്നാമതായിട്ട്, അവന് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ഒരാളെ തിരുത്തുമ്പോൾ ആ വ്യക്തിയെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്, നഷ്ടപ്പെടാതിരിക്കുന്നെങ്കിൽ നമ്മൾ സ്വകാര്യത്തിൽ പറയും. അല്ലെങ്കിൽ പരസ്യമായിട്ട് എല്ലാവരുടെ മുമ്പിൽ വെച്ചാൽ നമ്മൾ പറയുക. സ്നേഹിക്കുന്ന വ്യക്തി, നമ്മളെ സ്നേഹിക്കുന്നവര് അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്നവര് അവര് വേദനിക്കുന്നത് കാണാൻ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാറില്ല. അതുകൊണ്ട് ആ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ രഹസ്യത്തിലേ പറയുള്ളൂ. സ്നേഹിക്കാതെ വരുമ്പോഴാണ് പരസ്യമായിട്ട് എല്ലാവരുടെ മുമ്പിൽ വെച്ച് നമ്മൾ പറയുക. 2, മുറിപ്പെടുത്താതിരിക്കുന്നുവെങ്കിൽ, ആരെയും എനിക്ക് മുറിപ്പെടുത്തേണ്ട ആവശ്യമില്ല, എൻ്റെ ഉള്ളിൽ മുറിപ്പെടുത്തണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ കോമൺ ആയിട്ട് എല്ലാവരും ഇരിക്കുന്ന സമയത്ത് കോമൺ ആയിട്ടേ പറയുള്ളൂ. മുറിപ്പാടുകൾ നൽകാത്ത വ്യക്തികളാണെങ്കിൽ ഞാൻ അത് രഹസ്യത്തിലേ പറയൂ. 3ാമതായിട്ട്, അത് തിരുത്താൻ എനിക്ക് ആഗ്രഹമുണ്ട്, എൻ്റെ ഉള്ളിലൊരു ആഗ്രഹമുണ്ട്, അവരൊരു നല്ലതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ വലിയവനാണ് എന്നൊരു ചിന്തയുണ്ടെങ്കിൽ ആണ് നമ്മൾ, അല്ലെങ്കിൽ ഞാൻ അവനെ ഒന്ന് കളിയാക്കണമെന്നൊരു ചിന്തയുള്ളിൽ വരുമ്പോഴാണ് നമ്മൾ എല്ലാവരുടെ മുമ്പിൽ വെച്ച് എല്ലാവരും കേൾക്കുന്ന രീതിയിൽ പരസ്യമായിട്ട് പറയും. അല്ലെങ്കിൽ അത് നമ്മൾ രഹസ്യമായിട്ട് പറയും. അതുകൊണ്ട് സഹോദരൻ ആരെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ രഹസ്യമായിട്ട് പറയാൻ കർത്താവ് നമ്മളോട് പറയണേ. നമ്മുടെയൊക്കെ ജീവിതം എങ്ങനെയാണ് നമ്മൾ ചിന്തിച്ച് നോക്ക്. നമ്മൾ പരസ്യമായിട്ട് എല്ലാവരും നിൽക്കുന്ന സമയത്ത് തിരുത്താനും നമ്മളെ തന്നെ ആത്മശോധന ചെയ്യാൻ, നമ്മളും തെറ്റുകൾ ചെയ്യുന്നവരല്ലേ. നമ്മൾ തെറ്റുകൾ ചെയ്യുമ്പോൾ ആരെങ്കിലും പരസ്യമായിട്ട് പറയുമ്പോൾ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞു നടന്നു കഴിഞ്ഞാൽ വിഷമമുണ്ടോ? അതുകൊണ്ട് ചിന്തിക്കുക, നമ്മളെപ്പോലെ മനുഷ്യൻ തന്നെയാണ് സഹോദരൻ. നമുക്ക് മാത്രം ഒരു നീതി, അവർക്ക് വേറൊരു നീതി. അങ്ങനെ ആകാതിരിക്കട്ടെ. പ്രാർത്ഥിക്കാം, ധ്യാനിക്കാം.